പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാൻ ബുധനെ നമസ്കരിക്കുന്നു. സൗമ്യനും വളരെ സൗമ്യനായ സൗമ്യ ഗുണോപേതങ്ങൾ, നല്ല സൗമ്യങ്ങളായ ഗുണങ്ങളോടുകൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു സാധനം. പ്രിയമുള്ള പ്രേക്ഷകരെ, സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും മിഥുനത്തിൽ നിന്നും ബുധനിത തൻ്റെ ശത്രുക്ഷേത്രമായ കർക്കിടക രാശിയിലേക്ക് വന്നിരിക്കുന്നു. കേവലം 12 ദിനങ്ങൾ മാത്രമാണ് ബുധൻ കർക്കിടകത്തിലുണ്ടാവുക. പക്ഷേ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ ബുധനെ കൊണ്ട് ധാരാളം നന്മകൾ, അത് ഗുണമാണോ ദോഷമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ ഒരു വീഡിയോകൾ എന്ന് ഞാൻ പറയട്ടെ. മേടൻ രാശി മുതൽ 12 രാശിയിലേക്കുള്ള ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കേവലം 12 ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞു ബുധൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. പിന്നീട് ഇതേ ബുധൻ വക്രിയായി വീണ്ടും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലേക്ക് വരുന്നുമുണ്ട്. അത് വളരെ ഗുണമായിരിക്കും. വക്രനസ്തു മഹാവീര്യാഹ, ഒരു ഗ്രഹം വക്രിയായി വരുമ്പോൾ അത് വളരെയധികം വീര്യത്തെ പ്രദാനം ചെയ്യപ്പെടുമെന്ന് പറയുന്നു. ജൂൺ 22 കർക്കിടകത്തിൽ പ്രവേശിക്കുന്ന ബുധൻ ജൂലൈ മാസം 7-ാം തീയതി തിരിച്ച് വക്രിയായി മിഥുനത്തിലേക്ക് പോകുന്നു. ഈ വക്രിയായ ബുധൻ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്ന ബുധൻ എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യും ഓരോ രാശിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങളുടെ 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് രാശിയിൽ തന്നെയാണ്. ലഗ്നത്തിൽ നിൽക്കുന്നു, ചന്ദ്രലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുന്നു. ഇവിടെ 2 ഭാവങ്ങളുടെ അധിപനാണ് ബുധന്. ഒന്ന് വൈകല്യവാനാണ്, മറ്റൊന്ന് 3-ാം ഭാവാധിപനാണ്. ലഗ്നത്തിൽ ബുധൻ വരുമ്പോൾ വിദ്വാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. നല്ല പഠിച്ച ആളാവുക. ഇവിടെ പലപ്പോഴും ബുധൻ അന്യരുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ വളരെ പര്യാപ്തനായിരിക്കും. കാരണം ലഗ്നത്തിൽ 3 ശുഭഗ്രഹങ്ങളുടെ നല്ലൊരു കോമ്പിനേഷനാണ്. സൗമ്യ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തയ കീർത്തിസ്ഥാന വിശേഷ രബ്ധിരിതി ച ഫലം പൃച്ഛത. ലഗ്നത്തിൽ ശുഭഗ്രഹം വരുമ്പോൾ സുഖസ്ഥിതി, നല്ല സുഖസ്ഥിതി ഉണ്ടാവുക, ദേഹബലമുണ്ടാവുക, വിജയമുണ്ടാവുക, സ്ഥാനമാനങ്ങൾ ലഭിക്കുക, നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചമത്കാരം എന്താണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം. ലഗ്നത്തിലെ ബുധൻ അന്യരുടെ അരിഷ്ടതകളെ മാറ്റും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നല്ലൊരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആകാം, സൈക്കാട്രിസ്റ്റ് ആകാം. പലപ്പോഴും അന്യരുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പരിഹാരം കാണാൻ തനിക്ക് കഴിയും. വരിഷ്ഠാധിയോ വൈഖരി വൃത്തിവാച, നല്ല ബുദ്ധിശക്തിയെ പ്രദാനം ചെയ്യപ്പെടും. ജനാദിവ്യ ചാമീകരി ഭൂതദാസ്, നല്ല ശരീരത്തോടു കൂടിയിരിക്കും. പണ്ഡിതന്മാർ തന്നെ സ്തുതിക്കും. പലരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം തനിക്കുണ്ടാക്കാൻ കഴിയും. ദുശ്ചികിത്സാഭാവം, പലപ്പോഴും തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. അന്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, താൻ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ തനിക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ പലപ്പോഴും സ്വയം ബുദ്ധിമുട്ട് വരും. ഉദ്ധരേത് ആത്മാനം, താൻ തന്നെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന വാക്കിന് ഈ ലഗ്നത്തിലെ ബുധൻ ഒരു അപവാദമാണെന്ന് അറിയുക. ഏതായാലും നന്നായി പ്രാർത്ഥിക്കുക. എല്ലാം വിജയിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർക്കിടക രാശിക്കാർക്ക് നന്ദി, നമസ്കാരം.